ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അമേരിക്കൻ മാർക്കറ്റുകൾ 2 ദിവസമായിട്ട് റാലി ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകളും റാലി ചെയ്യാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ 4 വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് വീക്കിലി ഗെയിനാണ് ഈ ആഴ്ചയിൽ ജപ്പാൻ മാർക്കറ്റിലുണ്ടായിട്ടുള്ളത്. ജപ്പാനിലത്തെ Q2 GDP ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. കോർപ്പറേറ്റുകൾ വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഈ റിപ്പോർട്ടുകളാണ് ജപ്പാനിലെ വലിയ രീതിയിലുള്ള റാലിക്ക് കാരണമായിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജി ഷെയർസ് വീണ്ടും റാലി ചെയ്തിരിക്കുകയാണ്. NVIDIA ഒക്കെ $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പിന് മുകളിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. മറ്റെല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും കഴിഞ്ഞ് 2 ദിവസമായിട്ട് റാലിയാണ്. അമേരിക്കയിലെ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നത് ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ മുതൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തുടങ്ങുമെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ വളരെ ജൂബിലൻ മൂഡാണ്. നല്ല രീതിയിലാണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് പ്രൈസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉയർന്നിട്ടുള്ളത്. ഇന്ന് ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പൊതുവേ ഈ സെൻറ്റിമെൻറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കൊക്കെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. ഇന്ന് ചൈനീസ് മാർക്കറ്റിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ $2,492 പെർ ഔൺസ് ആണ്. ഗോൾഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ്. പക്ഷെ മറ്റെല്ലാ കമോഡിറ്റികളും കോപ്പർ, സിൽവർ എല്ലാ കമോഡിറ്റികളും കഴിഞ്ഞ് 2 ദിവസമായിട്ട് റാലി ചെയ്യാണെന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് Q1 ശേഷമുണ്ട്. പക്ഷേ ഓവറോൾ Q1 റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. വളരെ കുറവ് അപ്വേർഡ് സർപ്രൈസുകളെ വന്നിട്ടുള്ളൂ. പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളൊന്നും തന്നെയില്ല. മറിച്ച് നല്ല Q1 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലും ഡൊമസ്റ്റിക് ലെവലിലും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സെക്ടറൽ നിന്നുള്ള സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് റെസ്യൂം ചെയ്തേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം സ്റ്റീൽ ഡിമാൻഡ് ചൈനയിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ് എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി അല്ലാത്ത സ്റ്റീൽ കമ്പനികളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഓർഡർ ഇടുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. കാരണം സ്റ്റീൽ പ്രൈസ് വളരെ ലോവർ ലെവലിലാണ് ചൈനയിൽ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിലും വലിയ രീതിയിലുള്ള പ്രൈസ് ഇൻക്രീസ് സ്റ്റീലിൽ വന്നിട്ടില്ല. അടുത്ത മാസങ്ങളിൽ ചെറുതായിട്ട് പ്രൈസ് റിവിഷൻ, അപ്വേർഡ് റിവിഷൻ ഉണ്ടാകുന്നുള്ളൊരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളായിരിക്കാം. ഒപ്പം സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഇറക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. 2015 നവംബർ തൊട്ടാണ് ടോട്ടൽ ഇതുവരെ 67 ട്രാൻച്ചസ് ആണ് ഇറക്കിയിട്ടുള്ളത്. ടോട്ടൽ ഗവൺമെൻറ് കമ്മിറ്റ്മെൻറ്റ് 90,120 കോടിയാണ്. 2.5% ഇൻട്രസ്റ്റും കൂടി കൊടുക്കുകയാണ് ഈ ബോണ്ടുകളും മേലെ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ നഷ്ടമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ട്രാൻച്ച് സോവറിൻ ഗോൾഡ് ബോണ്ടൊക്കെ അനൗൺസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായിട്ടും ഗോൾഡിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അല്ലാത്ത പക്ഷം ഇൻവെസ്റ്റേഴ്സിന് ഗോൾഡ് ETF അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകളാണ് ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ അറിവിലേക്കായി തന്നിട്ടുള്ള ന്യൂസാണ്. M&M അവരുടെ 2 വീലർ ഡിവിഷൻ്റെ ക്ലാസിക് ലെജൻസ് BSA ബ്രാൻഡ് ഉണ്ട്. വളരെ ഫേമസ് ബ്രാൻഡായിരുന്നു. BSA ബ്രാൻഡ് 2016 അക്വയർ ചെയ്തിരുന്നു. BSA ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് 650cc ബൈക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 2.99 lakhs ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ട്യൂബ് ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് ആയിട്ട് കഴിഞ്ഞ മാസത്തിൽ അവർ ഒരു JV ഇങ്ക് ചെയ്തിരുന്നു. കാരണം ട്യൂബ് ഇൻഡസ്ട്രീസ് ആണ് BSA ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നത്. ഇനി മുതൽ M&Mന് ഈ ബൈക്ക് 2 വീലർ പർപ്പസിനും ഈ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അഡാനി പവർ പറയുന്നത് അവർ റെഡിയാണ് ബംഗ്ലാദേശിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ നൽകാനായിട്ട്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഡിസ്റപ്ഷൻ വരികയാണെങ്കിൽ ആ സർപ്ലസ് പവർ ഇന്ത്യയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അഡാനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ് നാഷണൽ പവർ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന രീതി ആരംഭിച്ചത്. ബംഗ്ലാദേശിലേക്കായിരുന്നു അവർ സപ്ലൈ ചെയ്തിരുന്നത്. ജാർഖണ്ഡിലാണ് അഡാനി പവറിൻ്റെ പ്ലാന്റ് ഉള്ളത്. ഇനി ബംഗ്ലാദേശിൽ ഡിസ്റപ്ഷൻ ആയിക്കഴിഞ്ഞാലും അഡാനി പവറിനെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. മറിച്ച് ഇന്ത്യയിലേക്ക് ആ പവർ സപ്ലൈ ചെയ്യാൻ പോവുകയാണ്.
PC ജുവലേഴ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കാണ്. എക്സലൻറ്റ് Q1 റിസൾട്ടാണ്. വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ടേൺ ഓവറും പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, പ്രോഫിറ്റിലേക്ക് മാറിയിരിക്കുകയാണ് Q1 ആണ്, Q4 അല്ല. അപ്പോൾ ഈ ധനകാര്യ വർഷം ആദ്യത്തെ ക്വാർട്ടറിൽ PC ജുവലേഴ്സ് എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത മാസങ്ങളിലും സ്റ്റോക്ക് പ്രൈസിൽ അപ്വേർഡ് മൊമെൻറ്റം കാണാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ലിക്കർ ബ്രാൻഡുകളുടെ എക്സ്പോർട്ട് വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ്. വിസ്കിയാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടത്തുന്ന ഒരു ലിക്കർ. ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പിക്കാഡിലി അഗ്രോ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ റാഡിക്കോ കൈത്താനൊക്കെയാണ്. ഒപ്പം ഇന്ത്യയിലും വലിയ രീതിയിലുള്ള കൺസംഷൻ കൂടിയിരിക്കുകയാണ്. പൊതുവെ ലിക്കർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് 8,000 കോടി രൂപയ്ക്കുള്ള സ്പെഷ്യൽ ഡിവിഡൻഡ് ഏത് ദിവസവും അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ സ്വാൻ എനർജി, റിലയൻസ് നേവൽ ഡിഫൻസിൻ്റെ ഷിപ്പ് ബിൽഡിംഗ് പ്ലാന്റ് അക്വയർ ചെയ്തിരുന്നത് സ്വാൻ എനർജി ആയിരുന്നു. ഷിപ്പ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് സ്വാനിൻ്റേത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ സ്വാൻ എനർജി ബൈ ചെയ്യുന്നതായിരിക്കും ലോങ് ടൈം ഗെയിന് നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. BSNLൻ്റെ ടെലികോം എക്സ്പാൻഷൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ തേജസ്സിനും ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക്കിനും വളരെ പോസിറ്റീവാണ്. ഈ രണ്ട് സ്റ്റോക്കുകളും വീണ്ടും അപ്വേർഡ് ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ BEML, തിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൻസ്, ടെക്സ്മാക്കോ റെയിൽ, അതുപോലെ തന്നെ ആംബർ എൻ്റർപ്രൈസസ്, RK ഫോർജിങ്സ്, ഇത്തരത്തിലുള്ള റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഒപ്പം ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളായിട്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, HALൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിന് ഘട്ടമായിട്ട് അക്വയർ ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഒപ്പം പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഗ്ലോബലി ഉള്ളത്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള മേജർ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലാത്ത പക്ഷം Q2 റിസൾട്ടുകളും അതുപോലെ തന്നെ 4 അസംബ്ലിയിലേക്ക് നടക്കുന്ന ഇലക്ഷനാണ്. ഇത് രണ്ടും ഒക്ടോബറിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 3 ഇവൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ച് ഗ്ലോബലി അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കൊക്കെ ആയിട്ട് മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ, നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളൊക്കെ അപ്വേർഡ് ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ നല്ലത്. ഷോർട്ട് ടു മീഡിയം ടൈമിൽ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. അതുകൊണ്ട് ഒരു ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.